കൊച്ചിയിലെ വലിയ കഞ്ചാവ് വേട്ടയുടെ വാർത്തയിലേക്ക് തന്നെയാണ് വീണ്ടും. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്നാണ് 2 കിലോ കഞ്ചാവും മദ്യക്കുപ്പികളും പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നും മാത്രമല്ല, ഈ ഹോസ്റ്റലിലെ റൂമിനകത്ത് കഞ്ചാവ് തൂക്കി വിൽക്കാൻ വേണ്ടി ത്രാസും കവറുകൾ അടക്കമാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഹോളി പാർട്ടി നടക്കാനിരിക്കുകയാണ് ഈ വലിയ റെയ്ഡ്. SFI പ്രവർത്തകനായ അഭിരാജ് കൂടി പിടിയിലായിട്ടുണ്ട്. അഭിരാജിനെ ഇപ്പോൾ അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന, അയാളുടെ റൂമിലുണ്ടായിരുന്ന കഞ്ചാവ് 10 ഗ്രാമിൽ താഴെ ആയതുകൊണ്ട് ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. DJ പാർട്ടിക്കുള്ള തയ്യാറെടുപ്പായിരുന്നു എന്നാണ് പറയുന്നത്. മാർഷൽ, വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ചില വാർത്തകളാണ് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള നിലയിൽ ലഘൂകരിക്കാനും സാധിക്കില്ല. എങ്കിൽ തന്നെയും കൂടുതൽ കരുതൽ, ശ്രദ്ധ എന്നിവയെല്ലാം തന്നെ സമൂഹത്തിനും സർക്കാരിനുമെല്ലാം വേണം എന്നുള്ള സൂചനകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മയക്കുമരുന്നുകളും സിന്തറ്റിക് ഡ്രഗുകളും ഉൾപ്പെടെയുള്ളവരുടെ റെയ്ഡുകളിൽ നമുക്ക് മനസ്സിലാകുന്നത്. സ്നേഹ മോൾ നൈനാൻ ഇപ്പോൾ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. സ്നേഹ, പരിസരവാസികൾ എന്താണ് പറയുന്നത്? കോളേജ് അധികൃതർ എന്താണ് പറയുന്നത്? പോലീസ് എന്താണ് പറയുന്നത്? എക്സൈസ് എന്താണ് പറയുന്നത്? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? നേരത്തെ തന്നെ മുൻകൂട്ടിയുള്ള ഒരു റെയ്ഡ് ആയിരുന്നോ? നേരത്തെ പ്രിൻസിപ്പൽ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, കഴിഞ്ഞ 6 മാസമായി ഞങ്ങൾ ഇതിന് പിന്നിലെയാണ്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു കുട്ടിക്ക് പറ്റിയിട്ടുള്ള അബദ്ധമാകാം എന്നുള്ള തരത്തിൽ അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് വിൽപ്പനയ്ക്കെന്നുള്ള ഒരു നീക്കം തന്നെയായിരുന്നു ഒരു ഉപയോഗം? അങ്ങനെ ത്രാസോ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? ഇവിടെ മെഷർമെന്റ് എക്യുപ്മെന്റ്സ് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? ഒരു വെയിങ് സ്കെയിൽ ഉണ്ടോ അവിടെ? വിൽപ്പനയ്ക്കുള്ള രീതിയിൽ തന്നെയായിരുന്നു. അതാണ് ഇപ്പോൾ ആരുടെയും പ്രീവിയസ് കേസസ് ഇല്ല. നമ്മൾ വി ഹാവ് ടു ചെക്ക്. ഓക്കെ, താങ്ക് യു. കൊച്ചി DCP ആണ് ഇപ്പോൾ സംസാരിച്ചത്. കൊച്ചി DCP കൺഫേം ചെയ്യുന്ന ഒരു കാര്യം, ഈ തൂക്കി കൊടുക്കാനുള്ള സംവിധാനം, വെയിങ് സ്കെയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. കൊച്ചി DCP ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. തങ്ങൾക്ക് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പരിശോധനയ്ക്കായി എത്തിയത് എന്നാണ് പറയുന്നത്. ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ കാണാം, ഈ KSU പ്രവർത്തകരും പ്രിൻസിപ്പലും തമ്മിലൊരു സംവാദമൊക്കെ നടക്കുന്നതായിട്ട് കാണാം. എന്തുകൊണ്ട് പുറത്തുനിന്ന് ആളുകൾ ഇവിടെ വന്ന് താമസിക്കുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് അവർ ഈ പ്രിൻസിപ്പലിനോട് ഉയർത്തുന്നത്. ഏതായാലും കൃത്യമായി അധ്യാപകരടക്കമുള്ള ആളുകളോട് കോളേജ് കൗൺസിലൊക്കെ തന്നെ കൃത്യമായി ഇതിന് മറുപടി. റിയ ബേബി ജോൺ ചേരുന്നുണ്ട്. റിയ, പോലീസ് ഇത് സംബന്ധിച്ച് DCP എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇത്തരം ഒരു ഗവൺമെന്റ് കോളേജ് ഹോസ്റ്റലിലേക്ക് പുറത്തു നിന്നുള്ള ആൾക്കാർ എത്തി കഞ്ചാവ് വിൽപ്പന നടത്തുന്നു, അതിന് കുട്ടികളുടെ സഹായം ലഭിക്കുന്നു എന്നുള്ള തരത്തിലാണോ പോലീസ് ഇതിനെ കാണുന്നത്? കൊച്ചി DCP ആയിട്ടുള്ള ജുവനപ്പടി മഹേഷാണ് അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. അദ്ദേഹം കൃത്യമായി പറയുന്നത്, പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കോളേജ് ഹോസ്റ്റലിൽ പരിശോധന നടത്തിയത്. വിൽപ്പനയ്ക്കായി തന്നെയാണ് ഈ കഞ്ചാവ് എത്തിച്ചത്. ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വിൽപ്പനയായിരുന്നു നടക്കാൻ ലക്ഷ്യമിട്ടതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ചെറിയ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്താനുള്ള ശ്രമമായിരുന്നു നടന്നത്. ഈ ത്രാസും, അതായത് തൂക്കി വിൽപ്പന നടത്താനുള്ള ഉപകരണങ്ങളും മറ്റും ഈ ഹോസ്റ്റൽ മുറിയുടെ അകത്ത് നിന്ന് കണ്ടെത്തിയതായും കൊച്ചി DCP വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇത് കൃത്യമായി തന്നെ വിൽപ്പനയ്ക്ക് വേണ്ടി കോളേജ് ഹോസ്റ്റലിൽ എത്തിച്ച കഞ്ചാവാണ് എന്നതാണ് കൊച്ചി DCP ആയിട്ടുള്ള ജുവനപ്പടി മഹേഷ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, ഒരു പരാതി ലഭിച്ചിരുന്നു, ഇങ്ങനെ കഞ്ചാവ് ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി തങ്ങൾക്ക് ലഭിച്ചിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. 3 പേരുടെ അറസ്റ്റാണ് ഈ കഞ്ചാവ് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും DCP വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും